വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എക്കണോമിക്സിലെ കറക്ഷനാണ്. കുറച്ചധികം പേജസ് ഉണ്ട്, ചെറിയ ചെറിയ കറക്ഷനുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പേജ് നമ്പർ 186 കേട്ടോ പേജ് നമ്പർ. അതിലൊരു നമ്പറിൻ്റെ മാത്രം തെറ്റ് വന്നിട്ടുള്ളൂ. അതിൽ 15 ക്വസ്റ്റ്യൻ നമ്പറിൽ 15 ഈ പ്രസ്താവനകളുണ്ടല്ലോ, അതിൽ 3, 1, 2, 3, 4 എന്നുള്ളത് പിന്നെ ഇവിടെ 3 ആണ് കൊടുത്തത്, അത് 4 ആയിട്ട് മാറ്റുക, അത്രേ ഉള്ളൂ. ഇവിടെ യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതാണ് കറക്റ്റ് ചെയ്തത്. ഒരു നമ്പറിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ പേജ് നമ്പറിൽ. അടുത്ത പേജ് നമ്പർ 198 സൂം ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതിൽ ഈ ബോക്സിലെ പഞ്ചവത്സര പദ്ധതികളിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ അതിൻ്റെ ലക്ഷ്യങ്ങളിൽ കൊടുത്തത് തെറ്റായിട്ടുള്ളതാണ്. അതിൽ ഈ യെല്ലോ കളറിൽ കാണിച്ചിട്ടുള്ളതാണ്. അതിൽ കാർഷിക മേഖലയുടെ വ്യാവസായിക വികസനം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വ്യാവസായികം വേണ്ട ശരിക്കും, അത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലുള്ളതാണ് വ്യാവസായിക വികസനം എന്നുള്ളത്. പക്ഷേ അതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളതാണ്, അപ്പോൾ അത് തെറ്റാണ്. അവിടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം എന്നാണുള്ളത് ശരിയായിട്ടുള്ളത്. അതൊന്ന് കറക്റ്റ് ചെയ്ത്. ഒരുപാട് PSC പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം, പക്ഷേ ആദ്യമായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് ഇത് പെട്ടെന്ന് കണ്ട തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് എക്സാം എഴുതി കുറച്ചൊക്കെ ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് ഒന്നാം പഞ്ചവത്സര പദ്ധതി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷെ ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക് തെറ്റ് കണ്ട പെട്ടെന്ന് മനസ്സിലാവില്ല. ഇനി അടുത്ത പേജ് നമ്പർ 212 കറക്ഷനാണ്. ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ളതാണ്. കൺഫ്യൂസിങ് ഫാക്റ്റിൽ ബോക്സിൽ കൊടുത്ത GST എന്നുള്ളത് തെറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാന നികുതി വരുമാന മാർഗം GST എന്നാണ് കൊടുത്തിട്ടുള്ളത് റാങ്ക് ഫയലിൽ, അത് തെറ്റാണ്. അവിടെ ആദായ നികുതിയാണ് വേണ്ടത്. ഈ യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളതാണ് ആദായ നികുതിയാണ് അവിടെ ശരിക്കും വേണ്ടത്. 2024 കേന്ദ്ര ബജറ്റ് പ്രകാരം ആണ് ആദായ നികുതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാന നികുതി വരുമാനമായിട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അതാണ് മാറ്റുള്ളത് ഈ പേജിൽ. അടുത്തത് പേജ് നമ്പർ 216 ഇവിടെയും GST ആണ് കൊടുത്തിട്ടുള്ളത്. യെല്ലോ കളറിലാണ് മാറ്റിയിട്ടുള്ളത്. കറക്റ്റായിട്ടുള്ളത് യെല്ലോ ഇതിൽ എഴുതിയിട്ടുള്ളതാണ്. നിലവിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന നികുതി GST എന്നാണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. GST അല്ല, ആദായ നികുതിയാണ് 2024 കേന്ദ്ര ബജറ്റ് പ്രകാരം. ഇവിടെ അതാണ് മാറ്റുള്ളത്. അടുത്ത പേജ് നമ്പർ 218 പേജ് നമ്പർ 218. ഇവിടെ അതുതന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ലഭിക്കുന്നത് GST എന്നുള്ളത് തെറ്റാണ്. 218 ഇതുതന്നെയാണ് കൊടുത്തിട്ടുള്ള ആദായ നികുതി 2024 കേന്ദ്ര ബജറ്റ് പ്രകാരം. ഇവിടെ അതാണ്. ഇനി അടുത്ത പേജ് നമ്പർ 222 222 ഇവിടെ ഫുൾ ഫോം ഉള്ളത് മിഷ്ടി എന്നുള്ള ഫുൾ ഫോമാണ് തെറ്റായിട്ട്. ഇംഗ്ലീഷിൽ കുറച്ച് സ്പെല്ലിങ്ങിൽ തെറ്റായിട്ടുള്ളതാണ്. ഇതവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സൂം ചെയ്ത് ശരിക്ക് സ്പെല്ലിങ് കറക്റ്റ് ചെയ്യാം. അടുത്തത് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. റീസെൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിലുള്ളതാണ്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തതിലുള്ളതാണ് തെറ്റുള്ളത്. ശരിക്കും അതല്ല ആൻസർ ഉള്ളത്. ഓപ്ഷൻ D ആണ് ആൻസർ വരുന്നത്. പക്ഷേ ഓപ്ഷൻസ് കൊടുത്തതിൽ A എന്ന് കൊടുത്തിട്ടുള്ളത് ഹരിത വളർച്ചാ ശക്തി എന്നുള്ളതാണ്.
അത് ഹരിത വളർച്ച എന്ന് മാത്രമേ ഉള്ളൂ, ശക്തി കൂടില്ല. യെല്ലോ കൊടുത്തിലുള്ളതാണ് കറക്റ്റായിട്ടുള്ളത്. ഈ പേജിൽ അത്രയേ ഉള്ളൂ. അടുത്ത പേജ് നമ്പർ 226 226 ഇവിടെയും മുകളിലൊന്നും വലിയ പ്രശ്നമില്ല. ഈ ബോക്സിൽ സർക്കാർ പദ്ധതികൾ എന്ന് കൊടുത്തിട്ടുള്ള ബോക്സിലാണ് ഇവിടെ ഫുൾ ഫോം ഉള്ളതാണ്. ജോലിക്ക് കൂലി ഭക്ഷണം, ഈ 6ാമത്തെ കൊടുത്ത് റെഡ് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് ഫോമിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്, അതാണ്. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്നുള്ളതിന് FFW മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും FFWP എന്നും കൂടി ഉണ്ട്. അതാണ് ഈ പേജിലുള്ള മാറ്റം. കറക്ഷൻ ഇതാണ്. ഇനി അടുത്ത പേജ് നമ്പർ 229 ഇതിൽ ഈ കോർപ്പറേറ്റ് നികുതി എന്നുള്ള ക്വസ്റ്റ്യന് നമ്മൾ റാങ്ക് ഫയലിൽ നോക്കുക. നമുക്ക് കറക്റ്റ് ചെയ്ത് PDF കിട്ടുന്നതാണ്. അപ്പോൾ ആ പേജ് നമ്പർ നോക്കിയിട്ട് അതിൽ ഈ ഓപ്ഷൻ 3 എന്നുള്ളത് അത് 4 എന്നാണ്, നമ്പർ തെറ്റുള്ളതാണ്. കോർപ്പറേറ്റ് നികുതി 4ാമത്തെയാണ്. അപ്പോൾ അതിൽ മാത്രമേ ഉള്ളൂ ഈ ഓപ്ഷനിൽ തെറ്റുള്ളത്. ആ നമ്പർ മാത്രമേ തെറ്റുള്ളൂ, വേറെ ഒന്നുമില്ല. 229. അടുത്ത പേജ് നമ്പർ 230 230 അടുത്ത പേജ് നമ്പർ. ഇവിടെ ഒന്നും പ്രശ്നമില്ല. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാന നികുതി വരുമാന മാർഗങ്ങൾ എന്നാണ് ക്വസ്റ്റ്യന്. ആ ക്വസ്റ്റ്യനിൽ 2023 ബജറ്റ് പ്രകാരം കൂടി കൂട്ടിച്ചേർക്കണം. അപ്പോൾ 23 കഴിഞ്ഞ് 24 ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 23 പ്രത്യേകം പറഞ്ഞിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ 2023 ബജറ്റ് പ്രകാരം കൂട്ടിച്ചേർക്കാനുള്ളതാണ്. ഈ ക്വസ്റ്റ്യനിൽ കൂട്ടിച്ചേർക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് പേജ് നമ്പർ 240 240 240 ഇവിടെ പോയിൻ്റ് തെറ്റാണ്. ഇവിടെ സുപ്രീം കോടതി വിധി പ്രകാരം ഇലക്ട്രൽ ബോണ്ടുകൾ ഒഴിവാക്കി എന്നതാണ്. ഒഴിവാക്കിയ SBIൻ്റെ ആ ഒരു പോയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പറ്റിയായിട്ടുള്ള പോയിൻറ്റ്സിലുള്ളതാണ്. സുപ്രീം കോടതി വിധി പ്രകാരം ഇലക്ട്രൽ ബോണ്ടുകൾ ഒഴിവാക്കി എന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻക്യാഷ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യൻ ബാങ്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. അതിന് പകരം ഇത് കൂട്ടിച്ചേർക്കുക. സുപ്രീം കോടതി വിധി പ്രകാരം ഇലക്ട്രൽ ബോണ്ടുകൾ ഒഴിവാക്കി SBI. അടുത്ത പേജ് നമ്പർ 257 257. അതിൽ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന പേജിലാണ്. ഇവിടെ ഈ യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളതാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. പിൻവലിക്കൽ എന്നുള്ളത് പിൻവലിക്കൽ മെയിൽ ആണ് വേണ്ടത്. മെയിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. മെയിൻ ട്രാൻസ്ഫർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ മെയിനല്ല, മെയിലാണ് ട്രാൻസ്ഫർ ആയിട്ടുള്ളത് വേണ്ടത്. ഇവിടെ മെയിൽ ട്രാൻസ്ഫർ എന്നാണ്. പിൻവലിക്കാൻ എന്നാണ്, പക്ഷെ പിൻവലിക്കാൻ എന്നില്ല, പിൻവലിക്കൽ എന്നുമാണ് കൂട്ടിച്ചേർക്കേണ്ടത്. അതാണ് ഇവിടെ മാറ്റുള്ളത്. ഇനി അടുത്ത പേജ് നമ്പർ 66. പേജ് നമ്പർ 66. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാനാണ്. ആ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ തെറ്റായിട്ട് പകരം ആ ക്വസ്റ്റ്യൻ വേറെ തന്നാണ്. യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നത് ഏത് ബാങ്കിൻ്റെ ആപ്തവാക്യമാണ് എന്നാണ് ക്വസ്റ്റ്യന്. ആ ക്വസ്റ്റ്യൻ ഇവിടെ 19th ക്വസ്റ്റ്യനാണ്. അതിവിടെ കൂട്ടിച്ചേർക്കുക. ഈ പേജിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത പേജ് നമ്പർ 270.
ഈ ഒരു നോട്ട്സ് ഇതിൻ്റെ കൂടെ ഒരു നോട്ടും കൂടി ഉള്ളതാണ്. കറക്ഷനൊന്നുമില്ല. ഈ നോട്ടിൻ്റെ ഇതിൽ ആഡ് ചെയ്യാനുള്ളൊരു പോയിൻ്റാണ്. സൈലൻറ്റ് സ്പ്രിംഗ് എന്ന കൃതി എഴുതിയത് റേച്ചൽ കേഴ്സൺ എന്നാണ്. ഇതിൽ കൂടെ ഉള്ളൊരു പോയിൻ്റ് ആഡ് ചെയ്യാനുള്ളതാണ്. അത് നോട്ട്സ് എഴുതാനുള്ളൊരു സെപ്പറേറ്റ് ഭാഗം ഉണ്ട്, അവിടെ ആഡ് ചെയ്തതെന്നാണ്. അത് നമുക്ക് SCERT-യിലൊക്കെ ഉള്ള പോയിൻ്റ് തന്നെയാണ്. അത് ഏകദേശം എല്ലാവർക്കും അറിയുന്ന പോയിൻ്റാണ്. സൈലൻറ്റ് സ്പ്രിംഗ് എന്ന കൃതി എഴുതിയത് റേച്ചൽ കേഴ്സൺ ആണ്. അടുത്തത് ലാസ്റ്റ് വൺ, പേജ് നമ്പർ 285 285. ഇതിലും പ്രസ്താവനകളിൽ നമ്പറിലെ വ്യത്യാസമാണ്. 8th ക്വസ്റ്റ്യനിൽ പ്രസ്താവന തന്നതിൽ മൂന്നാമത്തേത് ഇവിടെ 4 എന്നുള്ളതാണ് കൊടുത്തത്. 4 എന്നുള്ളത് 5 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കഴിഞ്ഞ് 3 എന്നാക്കി കൊടുക്കുക, പിന്നെ അടുത്തത് 4 എന്നാക്കി കൊടുക്കുക. അത് നമ്പറിൽ മാത്രമേ ചേഞ്ചസ് ഉള്ളൂ. എല്ലാവരും ഇത് കറക്റ്റ് ചെയ്യുക. ഒരുപാടൊന്നുമില്ല, ചെറുതായിട്ടുള്ള ഓരോ മിസ്റ്റേക്കുകളാണുള്ളത്. എല്ലാവരും കറക്റ്റ് ചെയ്തെന്ന് വിചാരിക്കണം.